കൊല്ലം നെടുവത്തൂർ പഞ്ചായത്തിൽ വീണ്ടും വനിതാ കൗൺസിലർക്ക് മർദ്ദനം. ബിജെപി കൗൺസിലറായ മഞ്ജുഷയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. സംഭവത്തിന് പിന്നിൽ സിപിഐ ആണെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു. നേരത്തെ പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ വനിതാ കൗൺസിലർക്കും മർദ്ദനമേറ്റിരുന്നു. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ബിജെപി കൗൺസിലറായ മഞ്ജുഷയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. സംഭവത്തിന് പിന്നിൽ സിപിഐ പ്രവർത്തകരാണെന്ന് ബിജെപി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം സഭാ സമ്മേളനത്തിനിടെ ഇവിടേക്ക് കടന്നുവന്ന സിപിഐ പ്രവർത്തകർ തങ്ങൾക്കും സഭയിൽ പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തുല്യ പ്രാതിനിധ്യമേ നൽകാനാകുമെന്ന് പറഞ്ഞതിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് മഞ്ജുഷ പറഞ്ഞു. ദളിത് വിഭാഗക്കാരിയായ തന്നെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചതായി മഞ്ജുഷ പറയുന്നു. ഗ്രാമസഭ നടക്കുന്ന ഭാഗത്തേക്ക് വന്ന് എന്നെ തടസ്സപ്പെടുത്തുകയും അതിൽ തന്നെ എൻ്റെ ജാതിപ്പേര് വിളിച്ച് എന്നെ ആക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് രേഖകൾ പിടിച്ചു വാങ്ങി എന്നെ പിന്നോട്ട് തള്ളുകയും എൻ്റെ കയ്യിൽ നിന്ന് നിർദ്ദേശങ്ങൾ പഞ്ചായത്തിൽ തന്ന നിർദ്ദേശങ്ങൾ വലിച്ചു കീറുകയും എൻ്റെ സാരി പിന്നി വലിച്ചു കളയുകയും ചെയ്തു. സിപിഐയുടെ കുത്തകയായ വാർഡിൽ ബിജെപി നേടിയ വിജയമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ആരോപണമുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ മഞ്ജുഷ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കൗൺസിലറായ എലിസബത്ത് ജോയ്ക്ക് സിപിഎം പ്രവർത്തകരുടെ മർദ്ദനമേറ്റിരുന്നു. മർദ്ദനത്തിൽ കൈക്ക് പരിക്കേറ്റ എലിസബത്ത് ഇപ്പോഴും ചികിത്സയിലാണ്. ഇരു സംഭവങ്ങളിലും പുത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇതുവരെ അക്രമികളെ പിടികൂടാത്തത് വൻ പ്രതിഷേധത്തിനും വഴിവെച്ചിട്ടുണ്ട്. വിജേഷിനൊപ്പം റിപ്പോർട്ടർ കൊട്ടാരക്കര.